ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു മോട്ടിവേഷണൽ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ കോഫി ഹൗസ് കമ്പനിയായ സ്റ്റാർബക്സിനെ കുറിച്ച് കേൾക്കാത്ത ഒരാൾ പോലും കാണില്ല അല്ലേ? അവിടെ പോയി കോഫി കുടിച്ചിട്ടില്ലെങ്കിൽ പോലും സ്റ്റാർബക്സ് ഔട്ട്ലെറ്റുകൾ നമ്മൾ തീർച്ചയായും കണ്ടിട്ടുണ്ടാവണം. എന്നാൽ സ്റ്റാർബക്സിന്റെ മുൻ സിഇഒ ഹൊവാർഡ് ഷൂൾസ് ജനിച്ചു വളർന്നത് ദാരിദ്ര്യത്തിലാണ്. അത് നിങ്ങൾക്കറിയാമോ? കഷ്ടിച്ചാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത്. അത് നിങ്ങൾക്കറിയാമോ? കാര്യങ്ങൾ വഷളായപ്പോൾ അദ്ദേഹത്തിന് 2 തവണ തൻ്റെ രക്തം വിൽക്കേണ്ടി വന്നു. ദാരിദ്ര്യത്തിൽ നിന്നും അതിജീവനത്തിനായി പോരാടുന്നതിൽ നിന്നും സ്റ്റാർബക്സിനെ $100 ബില്യൺ കമ്പനിയാക്കി മാറ്റുന്നതിലേക്ക് കടന്ന ഹൊവാർഡ് ഷൂൾസിന്റെ വിജയഗാഥയാണിത്. അദ്ദേഹം ഒരിക്കലും സ്വപ്നം കാണുന്നത് നിർത്താത്ത ഒരു ചെറുപ്പക്കാരനായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളും സ്വപ്നങ്ങൾ കാണുന്നത് നിർത്തരുതെന്ന് പറയാൻ കാരണം? വിജയം ഒരിക്കലും അകലെയല്ല. അത് മനസ്സിലാക്കുക. എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, എൻ്റെ ജീവിതം ഇത്രത്തോളമേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് എനിക്ക് വളർച്ചയില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അത് ജീവിതത്തിലെ വലിയ മണ്ടത്തരമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം വിജയം ഒരിക്കലും അകലെയല്ല. നിങ്ങളോട് സ്റ്റാർബക്സിന്റെ ഉടമയ്ക്ക് ഒരു കഥ പറയാനുണ്ട്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലാണ് ഹൊവാർഡ് ജനിച്ചത്. ഒരു പൊതുഭവന പദ്ധതിയിലെ ഒരു ചെറിയ ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് കുട്ടിക്കാലം ചെലവഴിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ആർമി വെറ്ററും ട്രക്ക് ഡ്രൈവറുമായിരുന്നു. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളമുള്ള ജോലികളിൽ ചെലവഴിച്ചു. ഹൊവാർഡിന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഡയപ്പർ വിതരണം ചെയ്യുന്നതിനിടെ പിതാവ് ഐസിൽ വീണ് കാലൊടിഞ്ഞു. തൽഫലമായി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. മെഡിക്കൽ ഇൻഷുറൻസും സമ്പാദ്യവും ഇല്ലാതെ കുടുംബം പണത്തിനായി കഷ്ടപ്പെട്ടു. നിരാശനായി തകർന്നു തോറ്റുപോയി സോഫയിൽ കിടക്കുന്ന അവന്റെ പിതാവിന്റെ ആ ചിത്രം ഹോവാർഡിന്റെ ഓർമ്മയിൽ സ്ഥിരമായി ഒരു അടയാളം അവശേഷിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായക നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഹോവാർഡ് തന്റെ കെട്ടിടത്തിലെ ഗോവണിപ്പടിയിലിരുന്നു. മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടു. ഹൈസ്കൂളിൽ ഫുട്ബോൾ കളിക്കുകയും കോളേജിൽ പോകാൻ അത്ലറ്റിക് സ്കോളർഷിപ്പ് നേടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം സ്പോർട്സ് ആഗ്രഹിച്ചിരുന്നില്ല. ആശയവിനിമയത്തിൽ പ്രദാനം ചെയ്യാൻ തീരുമാനിച്ചു. കോളേജിലേക്കുള്ള പണമടയ്ക്കാൻ അവൻ വിദ്യാർത്ഥി വായ്പകൾ എടുക്കുകയും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പല വിചിത്രമായ ജോലികൾ ചെയ്യുകയും ചെയ്തു. കുറച്ച് തവണ അതിജീവിക്കാൻ പണത്തിനായി തന്റെ രക്തം വിൽക്കേണ്ടി വന്നു. കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ഹോവാർഡ് ഒരു സ്കീ ലോഡ്ജിലും സെയിൽസ്മാനായും ജോലി ചെയ്തു. എന്നാൽ സ്റ്റാർബക്സിൽ ജോലി ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അക്കാലത്ത് സ്റ്റാർബക്സിന് 3 ഉടമകളായിരുന്നു. 1971 വാഷിംഗ്ടണിലെ സിയാറ്റിൽ 3 സുഹൃത്തുക്കൾ ചേർന്നാണ് സ്റ്റാർബക്സ് സ്ഥാപിച്ചത്. ജെറി ബാൾഡ്വിൻ, സേവ് സീഗൽ, ഗോൾഡൻ ബൗക്കർ എന്നിവരായിരുന്നു ഉടമകൾ. കാപ്പിക്കുരു മാത്രമേ വിറ്റിരുന്നുള്ളൂ. 29-ാം വയസ്സിൽ 1 വർഷം മുഴുവനും അദ്ദേഹം സ്റ്റാർബക്സിലെ ജോലിക്കായി അലഞ്ഞു. പിന്നീട് ആ അലച്ചിലുകൾക്ക് ശേഷം തന്നെ ജോലിക്കെടുക്കാൻ ഉടമകളെ ബോധ്യപ്പെടുത്തി. ഒടുവിൽ സ്റ്റാർബക്സിൽ ജോലി ലഭിച്ചു. ഇവിടെ നമ്മളായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ ഇത്രയും പരിശ്രമിക്കുമായിരുന്നില്ല. 1982 ന്യൂയോർക്കിൽ ജനിച്ച വ്യവസായിയായ ഹോവാർഡ് ഷൂൾസ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടറായി സ്റ്റാർബക്സിൽ ചേർന്നു. ഇറ്റലിയിലേക്കുള്ള ബിസിനസ് യാത്രയ്ക്കിടെ ഒരു ഇറ്റാലിയൻ കോഫി ഷോപ്പിൽ അദ്ദേഹം കയറി. കാപ്പി കുടിക്കുമ്പോഴുള്ള അനുഭവത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. കോഫി ഷോപ്പുകളുടെ ഉടമകൾക്ക് അവരുടെ ഉപഭോക്താക്കളെ യഥാർത്ഥത്തിൽ അറിയാമെന്നും കാപ്പി വിളമ്പുമ്പോൾ അവരെ അവരുടെ പേരുകൾ വിളിക്കുന്നത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എസ്പ്രസോ ബാറുകൾ, സമൂഹബോധം, ദൈനംദിന സാമൂഹിക ഇടപെടലുകളിൽ കാപ്പി വഹിച്ച പങ്ക് അദ്ദേഹത്തെ പ്രചോദനപ്പെടുത്തി. സ്റ്റാർബക്സിനെ കാപ്പിക്കുരു വിൽപ്പനക്കാരനായി മാത്രമല്ല, വീടിനും ജോലിക്കുമിടയിൽ ആളുകൾക്ക് വിശ്രമിക്കാനും കണ്ടുമുട്ടാനും ഉയർന്ന നിലവാരമുള്ള ഒരു കപ്പ് കാപ്പി ആസ്വദിക്കാനും കഴിയുന്ന ഒരു 3-ാം സ്ഥാനമായിട്ടാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. ആവേശഭരിതനായ അദ്ദേഹം US തിരിച്ചുപോയി. ഈ അവിശ്വസനീയമായ പുതിയ ആശയങ്ങൾ അംഗീകരിക്കാൻ സ്റ്റാർബക്സ് ഉടമകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ അവർ അവനെ നിരസിച്ചു. നിരാശപ്പെടാതെ 1985 ഷൂൾസ് സ്റ്റാർബക്സ് വിട്ട് ജിയോർണലെ എന്ന പേരിൽ സ്വന്തം കോഫി കമ്പനി സൃഷ്ടിച്ചു. എന്നിരുന്നാലും ഈ കമ്പനിക്ക് ഫണ്ട് നൽകാൻ അദ്ദേഹത്തിന് പണമില്ലായിരുന്നു. പണം സ്വരൂപിക്കുന്നതിനായി ചെലവഴിച്ച 1 വർഷത്തിനിടെ അദ്ദേഹം 242 ആളുകളുമായി സംസാരിച്ചു. അവരിൽ 217 പേരും ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ ആശയം എന്തുകൊണ്ട് നിക്ഷേപം അർഹിക്കുന്നില്ല എന്ന് പലതവണ കേൾക്കുന്നത് എത്ര നിരാശാജനകമാണെന്ന് സങ്കല്പിക്കുക. അത് വളരെ വിനയാനിതമായ സമയമായിരുന്നു. പക്ഷേ ഒടുവിൽ ആവശ്യത്തിന് ആളുകൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുകയും അവന്റെ ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.
തൻ്റെ ആദ്യ കോഫി ഷോപ്പ് തുറക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. അവിടെ ഇറ്റലിയിൽ തനിക്കുണ്ടായ അനുഭവം ആവർത്തിക്കാനും ഒടുവിൽ തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്റ്റാർബക്സ് പാപ്പരായി. ഹൊവാർഡ് കമ്പനി വാങ്ങി സ്റ്റാർബക്സിന്റെ സിഇഒ ആയി. അദ്ദേഹം തന്റെ കമ്പനിയെ സ്റ്റാർബക്സ് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്യുകയും അമേരിക്കയിലുടനീളം വ്യാപിപ്പിക്കുകയും ചെയ്തു. സ്റ്റാർബക്സ് പ്രീമിയം കോഫിയുടെ പര്യായമായി മാറി. ജീവനക്കാരെ കേന്ദ്രീകരിച്ചുള്ള നയങ്ങളും ഷൂട്ട്സ് നടപ്പിലാക്കി. പാർട്ട് ടൈം തൊഴിലാളികൾക്ക് പോലും സ്റ്റോക്ക് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്തു. വിശ്വസ്തതയും ശക്തമായ കമ്പനി സംസ്കാരവും വളർത്തിയെടുത്തു. ഇന്ന് 80-ലധികം രാജ്യങ്ങളിലായി സ്റ്റാർബക്സിന് ലോകമെമ്പാടും 30,000-ലധികം സ്റ്റോറുകളും $100 ബില്യൺ വിപണി മൂല്യവുമുണ്ട്. ഹൊവാർഡിന് നിങ്ങൾക്കായി ചില ഉപദേശങ്ങളുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് ധാരാളം ആളുകളെ കുറ്റപ്പെടുത്താനും സ്വയം സഹതാപം പ്രകടിപ്പിക്കാനും കഴിയും. ഭാഗ്യമെന്ന് നമ്മൾ പറയുന്ന പലതും ഭാഗ്യമല്ല. അത് ദിവസം പിടിച്ചെടുക്കുകയും നിങ്ങളുടെ ഭാവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. താൻ ഇവിടെ വന്നതിന് കാരണം താൻ വലിയ സ്വപ്നങ്ങൾ കണ്ടതാണ്. മറ്റുള്ളവർ പറയുന്ന തരത്തിലുള്ള സ്വപ്നങ്ങൾ സാധ്യമല്ലെന്ന് അയാൾക്ക് ശക്തമായി അറിയാമായിരുന്നു. വിജയത്തിനായുള്ള പ്രത്യേക രഹസ്യ പാചക കുറിപ്പുകളോ ബിസിനസ്സിലെ വിജയത്തിന്റെ കൊടിമുടിയിൽ എത്തുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള മികച്ച പദ്ധതിയോ അദ്ദേഹത്തിന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആദ്യം മുതൽ ആരംഭിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ നേടുന്നത് തികച്ചും സാധ്യമാണെന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം സൂചിപ്പിക്കുന്നു. നിങ്ങൾ തികഞ്ഞ അവസ്ഥകൾക്കായി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തും നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. ഇന്ന് പലരും അത് മനസ്സിലാക്കുന്നില്ല. സ്വന്തം കഴിവുകളിൽ സംതൃപ്തരല്ല, സാഹചര്യങ്ങളിൽ സംതൃപ്തരല്ല. പിന്നെ എങ്ങനെ നമുക്ക് വിജയത്തിലെത്താൻ കഴിയും? അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനം എടുക്കാനും നിയന്ത്രിക്കാനും കഴിയും എന്നതാണ് നല്ല കാര്യം. ഓർക്കുക, ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് നിങ്ങളത് ആരംഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ കഥ എന്താണ്? അതുകൊണ്ട് തീരുമാനങ്ങൾ പിന്നീടത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ പോരാടുക. ശക്തമായതും വ്യക്തവുമായ ഒരു കാഴ്ചപ്പാടിന് ഒരു ചെറിയ ആശയത്തെ ആഗോള പ്രതിഭാസമാക്കി മാറ്റാൻ കഴിയും. വിജയം ഒരിക്കലും അകലെയല്ല, പക്ഷെ വെല്ലുവിളികളില്ലാതെ വിജയം വരില്ല. അത് ഓർത്തുകൊള്ളുക. നേരിടാനുള്ള മനസ്സോടെ നിങ്ങളുടെ ആശയങ്ങളെ വിജയമാക്കി മാറ്റാൻ പരിശ്രമിക്കുക. ഞാൻ ആവർത്തിച്ചു പറയുന്നു, വിജയം ഒരിക്കലും അകലെയല്ല. ആ ഓർമ്മപ്പെടുത്തലോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.